ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് തോട്ട്സ്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, നിങ്ങളോട് എന്താണ് ഇപ്പം അവർക്ക് ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നോക്കാൻ പോണത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് അത് റീച്ച് കൂടാൻ, എനർജറ്റിക്കലി കണക്റ്റഡ് ആകുമെന്നൊക്കെ പറയുന്നത് റീച്ച് കൂടാൻ വേണ്ടിയിട്ടാണെന്ന്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മളാരെയും കമ്പൽ ചെയ്യുന്നില്ല. ഒരു എനർജി എക്സ്ചേഞ്ച് വേണം എന്നുള്ളത് അത് നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആകുമ്പോൾ മനസ്സിലാകും. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പം ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കണം ഇത് ഈ ഒരു തരത്തിൽ മാത്രം കാണുന്നത്. അപ്പോൾ അത് പോട്ടെ, അത് സാരമില്ല. അല്ല, ഞാനത് പറഞ്ഞതാണ് കേട്ടോ, ആ കമൻറ്റ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പം ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് നോക്കാം എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ്. അപ്പോൾ ഇത് പയൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു പയൽ റീഡിംഗ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് പയല് വിഘ്നേശ്വരനാണ്, ആദ്യത്തെ പയല്. രണ്ടാമത്തെ പയല് ഒരു മഞ്ചാടിക്കുരുവാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയല് സ്വീകരിക്കാം. കാരണം എപ്പോഴും നമ്മൾ അല്ലാത്തതല്ലേ എടുക്കണത്. അപ്പം ഇന്നിപ്പം പയൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് പയല് വിഘ്നേശ്വരൻ. അപ്പോൾ വിഘ്നേശ്വരൻ്റെ ആ ഒരു പയലാണ് നമ്മൾ ആദ്യമായിട്ട് റീഡ് ചെയ്യാൻ പോണത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങൾ ഫസ്റ്റ് പയല് എടുത്ത ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്ത് ആറ്റിറ്റ്യൂഡാണുള്ളത് നോക്കാം. വേൾഡ് കാർഡാണുള്ളത്. അവർക്കിപ്പം വളരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷവും സ്നേഹവും ഒക്കെയാണെന്നാണ് കാണുന്നത്. നിങ്ങളൊരു പൂർണ്ണതയിലെത്തിയ ആളാണെന്നോ അല്ലെങ്കിൽ നിങ്ങളിലൂടെ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണതയിൽ എത്താൻ പറ്റുമെന്നോ ഒക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ വളരെ പോസിറ്റീവാണ്. ആദ്യത്തെ കാർഡ് തന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ആളായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് തോന്നണത്. കാരണം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്കും സക്സസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് സക്സസ് ആണ് എന്നൊക്കെയാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളോട് അവർക്ക് ഈ ഒരു സമയമുള്ളതെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ ഒരു ലവ്ഫുൾ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള ഇത് കണ്ടല്ലോ, ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ആളിൻ്റെ ഒരു യുവാവിൻ്റെ ഒരു ഫോട്ടോയാണുള്ളത്. അപ്പം അവരുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ട്. ഇത് സൂര്യകാന്തി പൂക്കളാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ളതാണ്. മനസ്സിൽ അത്രയും അധികം സന്തോഷവും പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആണോ ഒന്നും അറിഞ്ഞൂടാ. ബ്രേക്കപ്പ് ആയാലും അല്ലെങ്കിലും അവർക്ക് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ്. ഇത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ പോസിറ്റീവ് ആകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സൂര്യകാന്തി പൂക്കൾക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ആളാണ്. അപ്പം അത് കൂടുതൽ വീണ്ടും ആ ഒരു കണക്ഷൻ ഇപ്പം ഇല്ലെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് വെള്ളവും കൊടുക്കുമ്പം അതിനെ പരിപാലിക്കുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ പാസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാർ ഈ ഒരു സമയം അവർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വളരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് വേണ്ട, വിട്ടിട്ട് പോകണ്ട എന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. ഇത് വളരണം, ഇത് മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നത്. നോക്കാം. 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു 2 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഇതിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം.
ഇപ്പൊ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലും നിശ്ചയദാർഢ്യമുള്ള ഒരാളിന്റെ ഒരു ചിത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ടു ഓഫ് സോർട്സ് സാധാരണയായിട്ട് കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക്. കോൺഫ്ലിക്റ്റ് മാത്രമേ ഒരു ജിഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ ഈ ഒരു സമയം ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ളതാണ്. അവര് ആ ലക്ഷ്യത്തിൽ അവര് ശരിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടി ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ കണ്ണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. മുന്നിൽ എന്താണ് എന്ന് അവർക്കറിയാം. അപ്പൊ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലും മുന്നിലുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പാസ്റ്റില് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങൾ എന്താണ് എന്ന് അവർക്കറിയാം. ഈ ഒരു സമയം അവരത് മനസ്സിലാക്കുന്നുണ്ട്. കണ്ണ് കെട്ടിയിരിക്കുന്നത് ഈ ഒരു സമയം അവർക്ക് പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. കാരണം അവരെ മുന്നിലുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം, ഇതെന്താണ് എന്ന് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അത് ഹീലായി പോയ ഒരു എനർജിയാണ്. അത് പാസ്റ്റിൽ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ അവര് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. വളരെ ഒരു മദർലി അങ്ങനത്തെ സ്നേഹമുള്ള ഒരു ആളാണ്. അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ഒരു അത്രയും ശരിക്കും പ്യുവറായിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പാസ്റ്റിലുണ്ടായിരുന്ന ഊണ്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അവരിത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും കർമ്മയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ ഇൻവോൾവ്ഡ് ആണെങ്കിൽ അതും ഈ ഒരു സമയത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ലൈഫ് കർമ്മ അവർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പൊ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും വേദന, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീലായി പോയി എന്നുള്ളതാണ്. വേദനയൊക്കെ മാറിപ്പോയി എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങൾ എന്തായിരുന്നു, ഇവരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നൊക്കെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടു ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിലും ഈ ടു ഓഫ് പെൻഡക്കിൾസിലും രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഈ രണ്ട് സിറ്റുവേഷനും അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സിറ്റുവേഷനാണ് അവരുടെ മുന്നിലുള്ളത് എന്നാണ് കാണുന്നത്. ഇത് ഒരു വേറൊരു സാഹചര്യത്തിൽ ഇവർ ഇൻവോൾവ്ഡ് ആയതോ ഒക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും അവർക്ക് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനും അവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു ഒരു ചിന്ത അവർക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ ഇപ്പോൾ കോൺഫിഡൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ ഒരു സൈക്കിളിൽ രണ്ട് ഇതിൽ സൂര്യകാന്തി പൂക്കളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലേഡിയുടെ പടമാണുള്ളത്. അപ്പം അതിൽ ഈ രണ്ട് സിറ്റുവേഷനും അവർ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ജോലിയും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് പണ്ട് അത് ഹാൻഡിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ ഫാമിലിയും നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സമയം അവർക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണിത് നേരെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. 10 of Wands-ന്റെ എനർജിയാണ്. ഇതെല്ലാം പോസിറ്റീവാണ് കേട്ടോ. കാരണം ഇവരുടെ സാധ്യതകളെ ഇവരിപ്പോൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇവർക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം കൂടി കൂടുന്നു, അത്രയേ ഉള്ളൂ. അവരത്രയും ഈസി ആയിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ഇവർ ഈ കർമ്മ ബാഗേജും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവർക്ക് അവരെപ്പോഴും ചിലപ്പോൾ പറയുമായിരിക്കും നിങ്ങളോട് ഒരുപാട് ബാഗേജ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം അവർ നിങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലൊരു പ്രശ്നമായിട്ടേ കാണുന്നുള്ളൂ, അല്ലാതെ ഒരു വേറൊരു കാര്യമായിട്ട് കാണുന്നില്ല. മാത്രമല്ല നിങ്ങളെ കൂടെ കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമാണ് എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് പോലും അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഈ ഒരു സമയം വേണം എന്നാണ് അവർ ഇപ്പോൾ വിചാരിക്കുന്നത്. 9 of Swords-ന്റെ എനർജിയാണ്. ഇതിൽ അവരുടെ പല സിറ്റുവേഷനും അവർക്ക് പണ്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ അതിൽ ഒരുപാട് കുറേ കാർമികമായിട്ടുള്ള
പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും ഇവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പശ്ചാത്താപം ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത്. നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ അവർ ഇപ്പോൾ അത് തെറ്റായി പോയി എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പൈല് തിരഞ്ഞെടുത്ത ഈ വിഘ്നേശ്വരനെ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. ഇനി സെക്കൻഡ് പൈല് ഈ മഞ്ചാടി ഗുരു തിരഞ്ഞെടുത്ത ആൾക്കാർ, അവർക്ക് എന്താണ് ഈ സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തി, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഹാപ്പിനെസ് തന്നെയാണ് ഇതിൽ സെക്കൻഡ് പൈലിലും കാണുന്നത്. വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സന്തോഷമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു സമയം നിങ്ങളും അവർ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കുന്നു കേട്ടോ. അല്ല അപ്പം നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. നമുക്ക് ബാക്കി കാർഡുകൾ കൂടി നോക്കുമ്പം ഇതിനകത്ത് കൃത്യമായിട്ട് വരും. വീൽ ഓഫ് ഫോർച്യൂൺ, ഹയറഫന്റ്, ത്രീ ഓഫ് സോഡ്സ്, ത്രീ ഓഫ് കപ്സ്, സ്റ്റാർ, കിങ് ഓഫ് കപ്സ്, ഫൈവ് ഓഫ് പെൻഡക്കിളും, സെവൻ ഓഫ് പെൻഡക്കിളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് കുറച്ചൊരു നിങ്ങളോടൊരു അസൂയാണോ എന്നൊക്കെ പറയാം, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. കാരണം നിങ്ങൾ ശരിക്കും ഉയർന്നു പോയി എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. നയൻ ഓഫ് പെൻഡക്കിൾ, നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് നിങ്ങളിപ്പോൾ നല്ലപോലെ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം അത് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പം ഇത് ഈ ഒരു സമയം പാസ്റ്റിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ഈ ഒരു സമയം ലക്ക് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന സ്റ്റാറാണ്. നിങ്ങൾ സ്റ്റാറാണ് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ശരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഹൈറഫൻ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം മാറി എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഭാഗ്യമുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, നെറുകയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു നമ്മുടെ ലോകത്തിന്റെ നെറുകയിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നെറുകയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ലോകം നിങ്ങൾക്ക് വേണ്ടി കറങ്ങുന്നു. അങ്ങനത്തെ അത്രയും പോസിറ്റീവാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇത് ചിലപ്പം ഇവരെന്തെങ്കിലും തരത്തിൽ നിങ്ങളും ഇവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ഉണ്ടായി എന്നാണ് ഈ ത്രീ ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പം ഇവർ വിട്ടുപോയി എന്നും കാണുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇതിനകത്ത് വിട്ടിട്ട് പോയ ആൾക്കാരാണ്. പൂർണ്ണമായും നോ കോണ്ടാക്റ്റിൽ, ഒന്നുകിൽ നോ കോണ്ടാക്റ്റിലായിരുന്നു, ഇപ്പം കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറേ കാർമികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയ വ്യക്തികളാണ്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഇവർ തന്നു എന്നുള്ളതാണ്. ഇവരുടെ കൂടെയും കുറേ കാർമികമായിട്ടുള്ള കുറച്ച് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഈ ജന്മത്തിൽ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹൈറഫൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ശരിക്കും ദൈവത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഗൈഡൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. അത് മനസ്സിലാക്കി ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയും അങ്ങനെയുള്ളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ആരിൽ നിന്നൊക്കെയോ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഒരു ഗൈഡൻസ് എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ നല്ലത് പറഞ്ഞു കൊടുക്കും, ചില ആൾക്കാർ പറയുന്നത് ഇപ്പം എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത് കൃത്യമാകണം എന്നില്ല. മാത്രമല്ല ഈ പറഞ്ഞു കൊടുക്കുന്നതും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ
അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെ പറയും. അപ്പോൾ ചില ആൾക്കാർ ഇത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഈ ഒരു സമയം ഒരു അസൂയോ അങ്ങനെയൊക്കെ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഈ 5 ഓഫ് പെന്റക്കിൾ പറയുന്നത്. കാരണം ഇത് നഷ്ടബോധം ഉണ്ടായിരുന്നപ്പം ആദ്യം അവർക്കൊരു വിഷമം തോന്നി. പക്ഷേ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ കൂടുതലുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഒരു വിഷമമാണുള്ളത്. കാരണം ഇതിൽ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പം സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഹീലൊക്കെ ആയി, നിങ്ങൾക്ക് ഈ ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നത് ഹീലായി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിലവർക്ക് ഒരു വിഷമമാണ് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഈ 5 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ ഈ ഒരു സമയം അവർക്ക് സെയിം ആ ഒരു സിറ്റുവേഷനിലേക്ക് ഹാർട്ട് ബ്രേക്കിലേക്കും നഷ്ടബോധത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സമയമാണ്. ഇപ്പം അവർ ആ ഒരു ഇതിലാണ് കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ ചില വ്യക്തികൾ അത് തിരിച്ചറിയാൻ പറ്റാതെ അവർ നിങ്ങളോടൊരു ഇതാണ് കാണുന്നത്. പൂർണ്ണമായും നിങ്ങളോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡല്ല ഈ ഒരു സമയമുള്ളത്. പക്ഷേ ചില സമയം ഓക്കെയാണ്. കാരണം കിങ് ഓഫ് കപ്സ് ചില സമയം അവർ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നു. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ സ്റ്റാർ ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് അത്ര ഒരു സുഖമില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ 3 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ഈ ഒരു സമയവും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആണ് ഇതിനകത്ത്. അപ്പം ചിലപ്പോൾ തേർഡ് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം ഇത് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെത് ഇപ്പോഴും അവർ കേൾക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതിന് വലിയ മൂല്യമുണ്ട്. ഇവരതിന് മൂല്യം കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ പാസ്റ്റിലുള്ള വൂണ്ടുകൾ പൂർണ്ണമായും അങ്ങ് ഹീലാകാനുള്ള മറ്റുള്ളവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ 3 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ വേറെ ആരുടെ ഇൻവോൾവ് അല്ലെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആൾക്കാർ ഇൻവോൾവ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പെട്ടെന്ന് ഹീലാവും. പക്ഷേ ഈ ഒരു സമയം മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇവരിപ്പോഴും ഒരു ഹാർട്ട് ബ്രേക്കിലാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തതോ ഒക്കെ അവർ വീണ്ടും മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഒന്നുകൂടി എന്താണ് അതിന് ക്ലാരിറ്റി എടുക്കാം. ഈക്വൽ 6 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇപ്പോഴും പൂർണ്ണമായിട്ടൊരു വിശ്വാസം വരാത്ത പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇതില് അവർ വിചാരിക്കുന്നു അവർ നിങ്ങളെ പണ്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ മിസ്റ്റേക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം 7 ഓഫ് കപ്പാണ്. ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവരെ ഈ ആരെങ്കിലും ഇവരെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ആണ് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതില് പക്ഷേ ചില സമയമൊക്കെ അവർക്ക് നിങ്ങളുടെ സക്സസിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ചില സമയം അവരത് ഓക്കെയാണ്. പക്ഷേ ഈ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആകും. ഇത് ശരിയാണോ, അവർ പറയുന്നത് ശരിയാണോ എന്നൊക്കെ അവർ വീണ്ടും ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതില് നിങ്ങൾ നല്ല ദൃഢനിശ്ചയമുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആരും ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് എന്നവർക്ക് ഈ ഒരു സമയം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കാം. കാരണം ഹൈ പ്രീസ്റ്റസ് ഹൈറഫൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും സ്പിരിച്വലി അത്രയും വെക്കണ്ടായ സോളാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനെ മറ്റുള്ളവർ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഹൈ പ്രീസ്റ്റസ് വന്നപ്പോഴത്തേക്ക്. കാരണം ഈ ആളിന് ഇപ്പോഴും പൂർണ്ണമായും ഒന്നിലും വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പോൾ ഒന്ന് പറയും, പിന്നെ വേറൊന്ന് പറയും, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിക്കും. അങ്ങനത്തെ ആളാണ് ഈ നിങ്ങളുടെ ഈ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ഒരു മനസ്സിലുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. പക്ഷെ ഇതും ശരിയാവും എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്ന് ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായിട്ട് അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അവർ അത്രയധികം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും കറണ്ട് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.